സോറി അപ്പേ. എന്തിട്ടപ്പേ? പിക്കപ്പേ വേണ്ടപ്പേ. അപ്പോൾ ഇതിലിപ്പോൾ ഇടയ്ക്ക് ഒരു 0.0 ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് സെറ്റ് ചെയ്യാം. 15 തുടങ്ങി നമുക്ക് സെറ്റ് ചെയ്യാം. 15 മില്ലി ആംപിയറിൽ എർത്തായ അപ്പോൾ ട്രിപ്പ് ആവണമെങ്കിൽ ട്രിപ്പ് ആക്കാം, അല്ലെങ്കിൽ 40 ട്രിപ്പ് ആകുമ്പോൾ ട്രിപ്പ് ആകാൻ വേണ്ടി അങ്ങനെ ആക്കാം. അങ്ങനെ പലതരത്തിൽ നമുക്ക് ട്രിപ്പ് ആക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഓവർ വോൾട്ടേജ് വന്നാൽ നമുക്ക് ഇത് സെറ്റ് ചെയ്യാം. ഗുഡ് മോർണിംഗ്. ഇന്നലെ അമ്മയുടെ മോൻ്റെ വീട്ടിൽ പോയിട്ട് മറ്റേ കർട്ടൻ ക്രീപ്പർ അവർ വെട്ടി കളയണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവിടെ പോയി അത് മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഈ കവർ മുഴുവൻ കർട്ടൻ ക്രീപ്പറാണ്, ഇത് ഫുള്ളും. അപ്പോൾ ഇതിനെ നമുക്കിന്ന് വീടിൻ്റെ മുകളിൽ സെറ്റാക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ ഇങ്ങനെ ചുറ്റും വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ താഴത്തേക്ക് ഇതുപോലെ ഇങ്ങനെ വീഴും എന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത്. ഇവിടെ എനിക്കൊരു കത്തി തരുമോ? കുഞ്ഞു കത്തി. ഇത് ഞാൻ ഓ മൈ ഗോഡ് ഒക്കെ കൂടി വന്നല്ലോ. ഇത് ഞാൻ കഴിഞ്ഞ മാസം മേടിച്ചു വെച്ചിട്ടുണ്ടായതാണ്. ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ലല്ലേ? ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ലല്ലേ? ഇതേ കഴിഞ്ഞ മാസം ഞാൻ കുറച്ച് കർട്ടൻ ക്രീപ്പർ ഞാൻ ഓൺലൈനിൽ മേടിച്ചു. എത്രയാ 30 രൂപയോ 40 രൂപയാണ്ടായിരുന്നു ഒരു തണ്ടിന് വില. ഇപ്പോഴല്ല കേട്ടോ, ഒരു മാസം മുമ്പ് മേടിച്ചാണ്. അന്ന് എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള വീടുകളിലൊക്കെ ഈ കർട്ടൻ ക്രീപ്പർ ഉണ്ടെന്നുള്ള കാര്യം. അന്ന് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുത്തിച്ച സാധനം അവിടെ നട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ ഫ്രീ ആയിട്ട് കിട്ടിയ സാധനം നടാൻ പോവാണ്. ഇതാണ് നമ്മൾ പൊട്ടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ചട്ടികൾ. ഇത് ചെറിയ ചട്ടി. ഞാൻ ഇച്ചിരി വലിപ്പുണ്ടെന്ന് വിചാരിച്ചേട്ടാ, ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത് വർത്തിയാണ്. ഇത് ഇച്ചിരി വലിപ്പുണ്ടെന്നായിരുന്നു എൻ്റെ പ്രതീക്ഷ. ഇതിന് 2 എണ്ണത്തിന് 325 രൂപയുണ്ടായി. ഇത് നീട്ടം കൂടിയത്. നീട്ടം കൂടിയ 3 എണ്ണം. ഈ 3 എണ്ണത്തിന് വില വന്നത് 899 രൂപ ഉണ്ടോ. ഇതാണ് ഇതിൻ്റെ സൈസ്. ഇങ്ങനെ കാണിക്കാം, കണ്ട ഇത്ര ഉണ്ട്. ഇതിങ്ങനെ ഓൾറെഡി ഇതിങ്ങനെ ഓരം വെക്കാനുള്ളതോ. ഓരം വെക്കാന്ന് വെച്ചാൽ സൈഡിൽ ഇങ്ങനെ നീട്ടി എല്ലാം ഇടൂ മുകളിൽ അവിടെ. അപ്പം എൻ്റെ കർട്ടൻ ക്രീപ്പർ അടിയിലേക്ക് വീഴും. ആ പ്രതീക്ഷ അത് ഇൻഡോർ പ്ലാന്റ് അല്ലാതാണ്. കർട്ടൻ ക്രീപ്പർ ഇൻഡോർ പ്ലാന്റ് അല്ലാന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് അറിയുന്നു ഞാൻ ഒന്ന് പറഞ്ഞു കേട്ടോ. വീഡിയോന് കിച്ചൻ്റെ ഉള്ളിൽ ഞാൻ അതും കൂടി നടന്നു പറയുന്നുണ്ട്. അത് വേണേ കേട്ടോ, അത് സൂപ്പറാണ്. എനിക്കറിയില്ല ഇൻഡോർ ആവുമെന്ന്. ജിൻചേച്ചി അവിടെ വീടിൻ്റെ ഇറയത്ത് സൈഡിൽ കൂടെ പടർത്തിയേക്കണേ, വെയിൽ കൊള്ളാത്ത സ്ഥലത്താണ്. അറിയില്ല, എന്തായാലും നിങ്ങൾക്ക് അറിയുന്നു നീ പറഞ്ഞു കേട്ടോ. അപ്പം ഇവർ വേഗം കൊണ്ട് നടട്ടെ. ആദ്യത്തെ പരിപാടി നമ്മുടെ ഇവരെ നടലാണ്. ഇവിടെ ഞാൻ പുറത്തേക്ക് എടുത്ത് തരുന്നില്ല. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഞാനത് മേടിച്ച് കൊണ്ടുവന്നിട്ട് എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ട് ഞാനിവിടെ വെറുതെ മണ്ണിൽ കുത്തി വെച്ചിട്ടുണ്ടായി. കണ്ടോ, ഇതാണ് ഈ സാധനം. ഇതിനൊക്കെ എടുത്ത് ചട്ടിയിലേക്ക് ആക്കണം. ഇതിന് ഓട്ട കൊടുത്തിട്ടില്ല.
ഓട്ടോ കുത്താനുള്ള സ്പേസ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും 2-3 കുത്തിപ്പൊട്ടിച്ച് ഓട്ടയാക്കി വെക്കണം എന്ന് തോന്നുന്നു. ചിലപ്പോൾ വെള്ളം കിട്ടില്ലേ, മുകളിൽ വെക്കുമ്പോൾ മഴ പെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വെള്ളം നിറയില്ലേ. കൊള്ളാനും സംഭവം. ഇതെനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ വിചാരിച്ച അത്ര നീട്ടൊക്കെ ഉണ്ട്, പക്ഷെ ഇത് ഭയങ്കര കുഞ്ഞിതായത്. ഇതിൻ്റെ ഒപ്പം പകുതിയുണ്ട്. ഓട്ടോ ഞാൻ വിചാരിച്ച് വെറുതെ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് അങ്ങോട്ട് ഒടിഞ്ഞു എന്ന് വിചാരിച്ചത്. പക്ഷെ ഇത് ഓട്ട ഇട്ടിട്ടില്ല കേട്ടോ, വെറുതെ ഒരു ഡിസൈൻ മാത്രമേ അവർ കൊടുത്തിട്ടുള്ളൂ അവിടെ. അപ്പം ഇത്രയും ഓട്ട ഇട്ടിട്ടുണ്ട്. ഇനി ഓട്ട ഇടണം എല്ലാത്തിനും ഓട്ട ഇരട്ടെ. അപ്പം ചായ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നു. ചപ്പാത്തി ഇന്നലെ സിജിപ്പെങ്ങളും അളിയനും പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നലെ വൈകുന്നേരത്തെ ഭക്ഷണം ഇവിടെ നിന്നായിരുന്നു. അപ്പം ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായി. എവിടെ ചിക്കൻ കറി? അപ്പൊ ചിക്കൻ കറിയും ചപ്പാത്തിയാണ്. അതെ, ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഈ ദിവസങ്ങളിലായിട്ട് ഞാൻ ഭക്ഷണം ചെറുതായിട്ട് കൺട്രോൾ ചെയ്യാന്നൊക്കെ വിചാരിച്ചു. അപ്പം മിടു പറഞ്ഞു ഈ ദിവസം കൊണ്ട് മിടു മീനച്ചാറുണ്ടാക്കണ്ടെന്ന്. പിന്നെന്തിട്ടാ വേറെ എന്തെങ്കിലും സാധനം കൂടി പറഞ്ഞല്ലോ. അച്ചാറിലാണ്ട് വേറൊരു സാധനം കൂടി പറഞ്ഞത്. നീ ഇത്ര നാളായിട്ട് ഉണ്ടാക്കാത്ത 2 ഐറ്റംസ് ഉണ്ടാക്കാണ്ടെന്ന് തോന്നുന്നു. എന്നാൽ പിന്നെ വിചാരിച്ചു അതും കൂടി തിന്ന് കഴിഞ്ഞിട്ട് ഡയറ്റ് തുടങ്ങാം. പിന്നെ ഡയറ്റിൻ്റെ ഇടയിൽ, ഡയറ്റ് മീൻസ് അങ്ങനെയല്ല, ഒരു കൺട്രോൾ. അപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ ഈ സാധനം വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡയറ്റ് കുളമാവും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും 2-3 ദിവസം കൂടി കഴിഞ്ഞിട്ട് ഫുഡ് കൺട്രോളിങ് തുടങ്ങാമെന്ന് വിചാരിച്ചേക്കണം. ഗുഡ് മോർണിംഗ്. നല്ല ഉറക്കപ്പിച്ച, ഞാനും ഉറക്കപ്പിച്ച. എങ്ങനെയുണ്ട് ഇന്നലത്തെ കറി? എന്താ കടിക്കാൻ പറ്റല്ലേ? ഇന്നലത്തെ കറി ഇന്നത്തേക്കാണ് ടേസ്റ്റ്. ഇന്നലെ ടേസ്റ്റ് ഉണ്ടായില്ല. ഇന്നലെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് രാത്രി ഞാൻ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് ചൂടാക്കിയിട്ട് ചേട്ടൻ ചൂടാക്കിയാനാണ് ടേസ്റ്റ്. എന്ത് അമ്മ ശരിയാ. എന്താ മോൻ കഴുകാഞ്ഞേ? ഞാൻ കഴുകി. ഞമ്മ കുളിക്കാന്ന് വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങിയാ. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട്. അങ്ങനെ ഞാൻ ചിന്തിച്ചില്ലേ. ഞാൻ ഈ സൈഡിൽ കൂടെ വെച്ചത്രേ ഉള്ളൂ. അതിന് മാത്രമുള്ള ചാറ് ഉണ്ടായില്ല. ഇങ്ങനെ ഡ്രൈ ആയിട്ട് നിന്നായിരുന്നു. അതെന്താ? അന്ന് ഇടിമിന്നലൊക്കെ വന്ന് സംഭവങ്ങളൊക്കെ കുറെ കത്തിപ്പോയില്ലേ. അപ്പൊ അന്ന് ഞങ്ങൾ ഇവിടെ ഒരു ബോക്സ് പിടിപ്പിക്കണം ഞാൻ വീഡിയോയിൽ കാണിച്ചിരുന്നു. അപ്പൊ അത് ഇപ്പോഴും പൂർണ്ണമായിട്ട് തന്നെ കംപ്ലീറ്റ് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ പ്രാഞ്ചേട്ടൻ വന്നിട്ടില്ല ഇങ്ങോട്ട്. അപ്പൊ അതിങ്ങനെ പെൻഡിങ് കൂടെ കിടക്കുന്നുണ്ട്. അപ്പൊ അന്ന് ഞാൻ പിടിപ്പിച്ചിരുന്ന ഒരു ഡിവൈസ് ഉണ്ട്. അത് ഇതുണ്ടോ, ടെക്സ്നെലി എന്ന് പറഞ്ഞിട്ട്, ടെക്സ്നെലി എന്നാന്ന് തോന്നുന്നു. എന്നിട്ടായാലും ഒരു ELCB പോലെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസാണിത്. ഇതിൽ നമുക്ക് ഫുൾ കൺട്രോൾ, നമുക്ക് ഫുൾ ഡീറ്റെയിൽ അറിയാം. എത്ര യൂണിറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, ഇപ്പം എത്ര വോൾട്ട് ഉണ്ട്, എത്ര ആംബിയറാണ് നമ്മളിവിടെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എർത്തിങ് എത്ര നടക്കുന്നുണ്ട്. അതായത് ഇതിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഇത്ര മില്ലി ആംബിയർ എർത്തായ. അപ്പം മറ്റുള്ള നമ്മുടെ ELCBയിലൊക്കെ 0.30 മില്ലി ആംബിയറൊക്കെ എർത്താവുമ്പോൾ, അതായത് 30 മില്ലി ആംബിയറൊക്കെ എർത്താവുമ്പോഴായിരിക്കും നോർമലി അതൊക്കെ ട്രിപ്പ് ആവാം. അല്ലെങ്കിൽ 100 അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതിലിപ്പോൾ ഇടയ്ക്കൊരു 0.0 ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് സെറ്റ് ചെയ്യാം. 15 തുടങ്ങി നമുക്ക് സെറ്റ് ചെയ്യാം. 15 മില്ലി ആംബിയറിൽ എർത്തായ അപ്പോൾ ട്രിപ്പ് ആവണമെങ്കിൽ ട്രിപ്പ് ആക്കാം. അല്ലെങ്കിൽ 40 ട്രിപ്പ് ആവുമ്പോൾ ട്രിപ്പ് ആകാൻ വേണ്ടി അങ്ങനെ ആക്കാം. അങ്ങനെ പലതരത്തിൽ നമുക്ക് ഇത്
ട്രിപ്പ് ആക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഓവർ വോൾട്ടേജ് വന്നാൽ നമുക്കിത് സെറ്റ് ചെയ്യാം. എത്ര വോൾട്ടേജ് കൂടുതൽ ഇങ്ങോട്ട് വരരുത്, അത് നമ്മൾ സെറ്റ് ചെയ്താൽ ആ വോൾട്ടേജിൻ്റെ മേലെ വന്ന് അപ്പം ഇത് ഓഫ് ചെയ്യും ഫുൾ സപ്ലൈനെ. അതുപോലെ ഇത്ര ആംബിയറിൽ കൂടുതൽ യൂസ് ചെയ്താൽ അല്ലെങ്കിൽ ഇത്രയും വോൾട്ടേജിൽ താഴെ പോയാൽ ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. കൂടാതെ നമുക്ക് വൈഫൈ ത്രൂ നമ്മുടെ മൊബൈലായിട്ട് ഇത് കണക്റ്റാണ്, അലക്സയായിട്ടൊക്കെ കണക്റ്റാണ്. നമുക്ക് അലക്സയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ നമ്മുടെ വീട് ഇത് പവർ ഓഫ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് നമ്മൾ പുറത്തെവിടെയെങ്കിലാണ് ലോകത്തിൻ്റെ എവിടെയായാലും നമുക്ക് ഫോണിൽ കൂടെ മറ്റേ ആപ്പ് ഉപയോഗിച്ച് നമുക്കിത് കൺട്രോൾ ചെയ്യാം. വോൾട്ടേജ് കൂടിയ വന്ന ട്രിപ്പാക്കാനും കുറവ് വന്ന ട്രിപ്പ് ഒക്കെ നമുക്ക് ഫോണിൽ കൂടെ സെറ്റ് ചെയ്യാൻ പറ്റും. ഫോൺ ത്രൂ ഇത് ഓഫ് ചെയ്യാൻ ഓൺ ആക്കാൻ നമ്മുടെ മെയിൻ സ്വിച്ച് ഇപ്പോൾ നമ്മൾ വീട്ടിലില്ലാത്തപ്പോൾ നമുക്കൊന്ന് ഓഫ് ചെയ്യണമെന്ന് തോന്നിയാൽ നമുക്ക് ഓഫ് ചെയ്യാനുള്ള ഫുൾ കൺട്രോൾ അത് ത്രൂ നമ്മുടെ മൊബൈൽ വഴി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു നല്ല സാധനമായിട്ട് തോന്നി. അവിടെ നിങ്ങളിന്ന് പരിചയപ്പെടുത്തിയെന്നാണ്. ഇപ്പോൾ എത്ര ആംബിയർ ഇവിടെ നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്കിതിൽ നോക്കിയാൽ കാണാൻ കണ്ടതേ. 2.2 ആംബിയർ ഇപ്പോൾ നോർമലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ വോൾട്ടേജ് 253 ഇപ്പോൾ കറണ്ട് ലീക്കേജ് ഒന്നും ഇല്ല. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങൾ നമുക്ക് ഇതിൽ ചെയിനുള്ള ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനെ സ്ക്രീൻ ഇങ്ങനെ കത്തി കാണും നമ്മൾ തൊട്ടിട്ടുണ്ടെങ്കിൽ. അടിപൊളിയായിട്ട് തോന്നി. 2800 രൂപയുടെ വില വന്നത് ആമസോണിൽ നിന്ന് ആയതുകൊണ്ട് നമ്മൾ അപ്പുറത്ത് നമുക്ക് വയ്ക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അപ്പോൾ ഇവിടേക്ക് വെച്ചതാ. എവിടെ അതിൽ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല. അതിൽ ജസ്റ്റ് ബ്രേക്കറുകൾ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഓരോ റൂമിലേക്കുള്ള സെപ്പറേറ്റ് ബ്രേക്കറുകൾ, പ്ലഗിന് അങ്ങനെയൊക്കെ. പേരൊന്നും എഴുതിയിട്ടില്ല. അപ്പയ്ക്ക് അറിയാലോ, അമ്മയ്ക്കും അറിയാം. അപ്പൊ അത് അങ്ങനെ ഇപ്പൊ ഈ ലൈറ്റുകളൊക്കെ കത്തണേൻ്റെ ഇത്രയും ആംബിയർ കാണിക്കണേ. ഇനി വേറൊരു സാധനം കാണിച്ചു തരാം. ഞാനൊന്ന് പറഞ്ഞിരുന്നു SPD ഫിറ്റ് ചെയ്യേണ്ടെന്ന്. അപ്പോൾ SPD ഞാനിവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെനിക്ക് ഓർമ്മ കിട്ടണില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വൈറ്റ് ലോക്സിൽ അങ്ങനെ കാണിച്ചിട്ടുണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല. നല്ല കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ എനിക്കൊരു ഓർമ്മ കിട്ടണില്ല. ഇത് കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കളഞ്ഞേക്കട്ടോ. ഇതാണ് SPD സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ്. കണ്ടോ? ഇതല്ല, ഇത് ബ്രേക്കറാണ്. ഇതാണ് SPD. ഇത് ടൈപ്പ് 2 ആണ്. ടൈപ്പ് 1 ആണ് ശരിക്കും ഇടിമിന്നലിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ടൈപ്പ് 2 ഓവർ വോൾട്ടേജ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. എങ്കിലും ഇത് ഇടിമിന്നലിനെയും സപ്പോർട്ട് ചെയ്യുന്നതാണ് ഞാൻ കേട്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് മേടിച്ച് വെച്ചത്. മറ്റേ ടൈപ്പ് 1 ഇവിടെ നിന്ന് കിട്ടാൻ പോലില്ല. ഞാൻ കുറേ നോക്കി, പക്ഷേ ഇവിടെ നിന്നും ഓൺലൈനിലൊക്കെ കണ്ടിരുന്നു ഇങ്ങനത്തെ സാധനത്തിൻ്റെയൊക്കെ വീഡിയോകൾ കുറേ. അപ്പോൾ അവരെയൊക്കെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഈ സാധനം അവരുടെ കയ്യിൽ സ്റ്റോക്കിലാവറാണ്. അപ്പോൾ ഇത് ഓൺലൈനിൽ ഞാൻ മേടിച്ചതാണ്. ഇതിന് 2200 രൂപയോ രണ്ട് വില വന്നു ഈ രണ്ടിൻ്റെയും കൂടിയുള്ള ഈ സെറ്റിന്. അപ്പോൾ ഇതിൻ്റെ കൂടി നമുക്ക് നോക്കിയാൽ കാണാം അവിടെ പച്ച കളറ്. ഇത് ഭയങ്കര ഓവർ വോൾട്ടേജ് ഇടിമിന്നലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ഇതിനെ ഗ്രൗണ്ട് ചെയ്യും. അത് കഴിയുമ്പോൾ ഇതിൻ്റെ കളർ ചോപ്പയാവും. ഇത് ചോപ്പയായാൽ ഇത് നമ്മൾ റീപ്ലേസ് ചെയ്യണം. ഇത് സ്വിച്ചോ കാര്യങ്ങളൊന്നും ഇല്ല. ഇത് റീപ്ലേസ് ചെയ്ത് ഈ പീസ് മാറ്റി വേറെ വെക്കാന്നുള്ളത് നമുക്ക് ചെയ്യാനുള്ളതുള്ളൂ. പക്ഷേ വലിയൊരു അപകടത്തിൽ നിന്ന് നമ്മളെ വീടിനെ രക്ഷിക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും ഇതാണ് നമ്മുടെ SPD. ഇതിന് സെപ്പറേറ്റ് എർത്തിങ് കൊടുത്തിട്ടുണ്ട്. നേരെ സെപ്പറേറ്റ് എർത്തിങ്. ഇവിടെ പണിയും തീർന്നിട്ടില്ല കേട്ടോ. ഇവിടെ കൊണ്ട് കുഴിച്ചിട്ട് ഇതിന് സെപ്പറേറ്റ് എർത്ത് ചെയ്തേക്കാം. നമ്മുടെ വീട്ടിലെ മറ്റേ എർത്തായിട്ട് ഇതിന് ഒരു കണക്ഷനും ഇല്ല. അപ്പം അങ്ങനെ രണ്ട് സേഫ്റ്റി കാര്യങ്ങൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പറയുന്നു, എന്തൊക്കെ ചെയ്താലും ഇടിമിന്നൽ എന്ന് പറയുന്നത് ഇതിനെയൊക്കെ തകർത്ത് കയറിപ്പോകും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് കുറച്ചൊക്കെ ചെയ്തു വെച്ചേക്കാം, അത്രേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഇതിനേക്കാളും ഇഷ്ടപ്പെട്ടത് മറ്റേ സാധനമുണ്ട് ഞാൻ നേരത്തെ കാണിച്ചു തന്നത്. നമുക്കൊരു ഇതുണ്ട്, നമ്മുടെ കയ്യിലൊരു കൺട്രോൾ ഉണ്ട് എല്ലാത്തിനും. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു സന്തോഷമുണ്ട്. അപ്പോൾ ഇനി വളം എടുത്തോണ്ടെന്ന് മണ്ണ് മിക്സ് ചെയ്ത് ചെടീനെ നടട്ടെ, സമയം പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ചെടികൾക്കൊക്കെ ഓട്ട കുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ബ്രാൻഡ് വരുന്നത് റോയൽ പ്ലാന്റർ 2 എന്ന് പറഞ്ഞിട്ടുണ്ടോ, വിബിൻ പ്ലാസ്റ്റിക് വെയർ. ഇത് ചെറുതായതുകൊണ്ടായിരിക്കാം ഇത്തിരി നല്ല സ്ട്രോങ് ഫീൽ ചെയ്യുന്നുണ്ട്. നിലത്ത് വീണ പൊട്ടുമെന്ന് എനിക്കറിയില്ല, ഞാൻ എന്തായാലും പൊട്ടിച്ച് നോക്കില്ല. ഇപ്പം ഇതിൻ്റെ ബ്രാൻഡ് വരുന്നത് ഗാർഡീന. ഞാൻ കാണിക്കുന്നത് നിങ്ങളാരെയും മേടിക്കണമെങ്കിൽ എന്നോട് എപ്പോഴും ചോദിക്കാറുണ്ട് ലിങ്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ പേര് മറക്കണ്ട വെച്ചിട്ടുണ്ടോ. ഗാർഡീന 25, ഗാർഡീനിയ 25 മെയ്ഡ് ഇൻ ഇന്ത്യ. ഇതും വിബിൻ പ്ലാസ്റ്റിക് വെയർ തന്നെയുണ്ടോ. ഇത് കണ്ടോ, അതിനേക്കാൾ ഇത്തിരി കൂടി ഇങ്ങനെ ഫ്ലെക്സിബിളായിട്ട് പോകുന്നുണ്ട്. അത് ചിലപ്പോൾ ഈ നീട്ടം കൂടുതലുള്ളതുകൊണ്ടായിരിക്കും. എന്തായാലും അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്. എത്ര നാൾ നിൽക്കില്ല എന്നൊന്നും എനിക്കറിയില്ല. നമ്മൾ വരും വീഡിയോകളിൽ ഇതിൻ്റെ യൂസർ എക്സ്പീരിയൻസ് കാണിക്കുന്നതായിരിക്കും. ഇതിലാണ് നമ്മൾ മണ്ണ് നിറയ്ക്കാൻ പോണത്.
ഹായ് സ്റ്റീവ്. ഇത് അമ്മയ്ക്ക് ചായ ഒക്കെ വെക്കാനുള്ള ട്രേ ലൈറ്റ് ഇടും ഇടൂ. ഇത് അപ്പയുടെ ചെടിച്ചട്ടിയിലൂടെ അവര് തന്നാ. ആ നോക്കിയേ, നല്ല ട്രേ അല്ലേ? എന്ത് ചെയ്യണ പല്ലേച്ചാ? ഈ ട്രേ നിനക്ക് ആവശ്യമുണ്ടോടി? എന്നോ ഞാനിപ്പോ ഒന്നോടാക്കി അമ്മച്ചോ. ഇപ്പൊ ഞാനിവിടെ ചെടി നട്ടോണ്ടിരിക്കാ. നീ പോ. മഴ വന്നേക്കാവുമ്പോ എനിക്ക് സംഭവം തീർക്കണം. ആരെയ്യുന്നു? അത് ഞാൻ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാം. വൈകുന്നേരം തേപ്പിക്കാം. അതിനുള്ള കാനൊന്നും അതിനില്ലല്ലോ. ഇവിടെ തൂമ്പിണ്ടിട്ടാ നോക്കി കിടക്ക്. ഇന്നലെ ഞാൻ വെട്ടി അങ്ങനെ തന്നെ പീസാക്കി കവറിൻ്റെ ഉള്ളിൽ കയറ്റിട്ടായിരുന്നു. അപ്പൊ കടയും തലയും തിരിച്ചറിയാനടി. ഇത് കട, ഇത് തല. മുള്ളുള്ളതാ? ഞാൻ മുള്ളുള്ളതാണ് വിചാരിച്ചെന്റെ മുഖത്തേക്ക് പിടിച്ചില്ലേ. അത് മുള്ളൊന്നുമില്ല. ഒരേനൊരേനെടുത്ത് കുഴിച്ചിട്. പണിയുണ്ട്. അല്ലെങ്കിൽ രണ്ടെണ്ണായിട്ട് കുഴിച്ചിട്. ഇങ്ങനെ മുളച്ച് മുളച്ച് വരും. എന്നിട്ട് ഒരു വേറെ സ്ഥലത്ത് വെക്കണം കേട്ടോ. ഇവിടെ വെക്കാം. അത് മതി. ഇത് സമയം കിട്ടും. നമുക്ക് വീടിന്റെ ഉള്ളിൽ മുകളിൽ ഫുൾ ചെടിയാക്കിയാലോ? അല്ലെങ്കിൽ വീടിന്റെ മുകളിൽ 10 സ്ഥലത്ത് ചോരണ്. ചോരന്ന് വെച്ചാ ലീക്ക് ആവണത് കണ്ടിട്ടില്ലേ? പക്ഷെ അവനിങ്ങോട്ട് വരത്തില്ലേടി. എവിടെയാ സ്റ്റീവ്? നോക്കി എന്തിയേ? അപ്പൊ ഞാൻ ഇതിന് ഇവിടേക്ക് വെക്കണോ? അങ്ങോട്ട് വെച്ചാ വേണ്ട. നീ കാണിക്കേണ്ടതൊക്കെ അപ്പേനെയും ചെടീനെയും കാണുന്നുണ്ട്. പ്രൊഫഷണൽ ഗ്രാഫർ, വീഡിയോഗ്രാഫർ. എല്ലാ ചട്ടുകളെയും അപ്പേനെയും ചെടീനെയും കാണുന്നുണ്ട്. കൊച്ചങ്ങനെ പ്രൊഫഷണൽ ആയിരിക്കുന്നു. ചട്ടിയിൽ വെച്ചിട്ട് മാത്രം കാണാം. പിന്നെ കുറച്ച് അവിടെ വെച്ചൊക്കെ കുറച്ച് കാളയിന് കുറച്ച് കാണാം. തല തിരിഞ്ഞിട്ട് പോയിരുന്നു സംശയം. അങ്ങനെ തല തിരിഞ്ഞ എങ്ങനെയാ ശരിയാവണേ? അപ്പൊ അതിന്റെ ഉള്ളിലേക്കായിരിക്കും വളരാ. തല തിരിയാൻ പാടില്ലല്ലോ. തല തിരിഞ്ഞ അതിന്റെ ഉള്ളിലേക്ക് വളർന്നു. എപ്പോഴാ കൊണ്ടുപോണേ? ഈ അടിയിലേക്ക് തൂങ്ങി വീണ് കിടക്കണ കാരണം അറിയാൻ പറ്റണല്ലോ എന്റെ തലയും കട ഏതാണ്. ഇതിങ്ങനെ കിടക്കായിരുന്നു നിലത്തേക്ക്. എപ്പോ? ഇതടി കട. സ്റ്റീവേ അപ്പേന്റെ മറ്റേ എന്താണ് അത് വെച്ചിട്ട് അപ്പേന്റെ ചെടീനെ അടിക്കാണ്. അടിച്ചു പറഞ്ഞ സാധനത്തിന്റെ കൊമ്പെടുത്തിട്ട് അപ്പേന്റെ എനിക്ക് കാണുമ്പോളേ
അതൊരു ഇളകി ഇങ്ങനെ ചുരുണ്ടി കൂടിയിരിക്കുന്ന പോലെയുണ്ട്. അടുത്തൊരു ബോക്സ്. അപ്പൊ ചെടികൾ ഇപ്പൊ വെക്കല്ലേ രണ്ടാമത്തേല്, അപ്പൊ ചുരുണ്ടി കൊടവിരിക്കുന്ന പോലെയുണ്ട് ഇപ്പൊ കാണുമ്പോ. കൺഫ്യൂഷൻ ആയിക്കലോടി. സ്റ്റോപ്പ് ചെയ്തിട്ടൊന്ന് ബാക്ക് അടിച്ചു നോക്കി. ഞാൻ ഇതിന്റെ കവർ ഊരി ഏത് സൈഡിൽ നിന്ന്, ആ സൈഡിൽ നിന്നോ ഈ സൈഡിൽ നിന്നോ അറിയണം. ചേട്ടനൊന്ന് ചെയ്തോ നോക്കട്ടെ, മറന്നുപോയി. ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് അങ്ങോട്ട് വെക്കാണ് കാണുന്ന പോലെ. എന്റെ സൈഡിലൊക്കെ വെക്കണേ, സൈഡിലേക്ക് വരാനായിട്ട്. സൈഡിലൊക്കെയോ? അപ്പൊ ഫസ്റ്റ് എട്ടയിൽ അങ്ങനെ വെച്ചിട്ടില്ലല്ലോ. ഓ, ഞാൻ വിചാരിച്ചു ഫസ്റ്റ് എട്ടില്ല, അപ്പൊ അങ്ങനെ തന്നെ വെക്കുള്ളൂ. അങ്ങനെ നീക്കി വെക്കണം, അപ്പൊ നല്ലത് വെച്ചിരിക്കും. അപ്പൊ എന്താ കുഞ്ഞപാത്രത്തില് മണ്ണിടാട്ടെ. കുഞ്ഞുപാത്രത്തിൽ വെക്കണില്ല, എന്താ ഇതിലും കൂടി വെക്കണുള്ളൂ. അതിനുള്ളത് ഇല്ല, കുറച്ചും കൂടെ മണ്ണിൽ നട്ടു വെക്കാം. സോറി അപ്പേ. എന്തിട്ട് അപ്പേ? പിക്കപ്പേ വേണ്ടപ്പേ. വേണ്ട അപ്പേ. ഒരു മഴ വരുന്നുണ്ട്, നീ പോയിക്കോ, പോയിക്കോ. ഞാനപ്പോ ഇനി ഇതിനെല്ലാത്തിനും മണ്ണ് ഇതേപോലെ വെട്ടി എല്ലാത്തിനും കടക്കിയിട്ട് ഇവിടെ എവിടെയും സൈഡിൽ കൊണ്ട് വെക്കട്ടെ, എന്നിട്ട് വരാം. എന്താടാ? ചിക്കേ ഇങ്ങനെ ഹെൽപ്പിംഗ് മൈൻഡുള്ള മക്കളൊക്കെ ഉണ്ടായിരുന്നു. എന്റെ പണികളൊന്നും നടക്കണില്ല, ഹെൽപ്പിംഗ് മൈൻഡുകളെ കൊണ്ട് നടന്നിട്ട്. എന്തിട്ടപ്പേ? എന്തേലും പറഞ്ഞോണ്ടിരിക്കണം കൊച്ചിനോട്. ഇങ്ങനത്തെ രീതിയിലുള്ള ചെടി നടലൊക്കെ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ചിലപ്പോ കാണണേട്ടാ. എന്താ അതെന്താ കാരണം? എല്ലാവരും നല്ല പ്രൊഫഷണൽ ആയിട്ട് മണ്ണൊക്കെ നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ട് ചെടികളൊക്കെ നന്നായിട്ട് കുത്തി. ഓ അതപ്പ അവിടെ നടണതാണ്, അതിനെ സെറ്റാക്കണതാ. മണ്ണിലാണ് ചെടി ഉണ്ടാവോ? നമ്മൾ ചെടീനെ പറഞ്ഞ മണ്ണിന്റെ മുകളിൽ വെക്കല്ലേ ഇത് അല്ലേ? നേരെ മുകളിൽ കൊണ്ടുപോവാ അതോ പിടിച്ചിട്ടാണോ? മുകളിലേക്ക് പോകണ്ടോ? ഇതിപ്പോ അവിടെ കൊണ്ടുവയ്ക്കണം. മാറ്. ഇനി ഓട്ടയുണ്ടോ അടി കൂടെ വെള്ളം പോവാൻ? ഞാൻ ഓട്ട ഇട്ടു. അപ്പൊ ഓട്ട ഉണ്ടായില്ല. ഇവിടെ മുട്ടയ്ക്കുള്ള സ്ഥലം കൊടുത്തുണ്ടായി. ചെറിയ ഹോളായിരിക്കും അല്ലേ? അല്ല, ഹോളല്ലേ കട്ട് ചെയ്യാനുള്ളേ സ്പേസ് കൊടുത്തുണ്ടായി. ഞാൻ കട്ട് ചെയ്തു. ആൾക്കാരൊക്കെ വരിയായിട്ട് ബാക്കിൽ കൂടെ വരാം. ദൈവന്റെ ബാക്കിൽ നിന്നിട്ടാ വലിച്ചോളയോ? സ്റ്റീവനെ നോക്കട്ടാ. ദേ പോണ്, ഒരു മറ്റേ ബ്രേക്ക് ഇല്ലാണ്ട് പോണ്. ഇതൊന്നും പിടിച്ചില്ലല്ലോ വലിയ കാര്യമായിട്ട്. ചിലതൊക്കെ പിടിച്ചു. അത് ഇവിടെ ഇരിക്കുന്ന ഇവിടെ കൊറേ ആക്രി ചെടികളൊക്കെ ഉണ്ട്. അതൊക്കെ നിർത്തുന്ന താഴ്ത്തിറക്കി വെക്കി. ഇപ്പൊ കൊറേ ഭയങ്കര വൃത്തിയായിട്ട് ഫ്രണ്ടിൽ തന്നെ ഭയങ്കര കൊറേ കാടായി പോയി. ഒന്നതെടുത്ത് ഇപ്പൊ തൽക്കാലം ഇവിടെ എങ്ങാനും വെക്കി ഫ്രണ്ടില്. അല്ല അങ്ങനെയല്ല, കാട് വൃത്തിയില്ലാത്ത കാടായി പോയിന്ന്. മണ്ണും നമ്മള് ക്ലീൻ ആക്കാണ്ടേ മര്യാദക്ക് എല്ലാം നമുക്ക് ശരിയാക്കാം. നമ്മ കണ്ടു. നീ അത് കാണിക്കല്ലേ, അത് ഇതുണ്ട്, ആ ചീത്തയായതാ ദേവമന്. എന്റെ കണ്ണി കുത്തും. അത് നിന്റെ പണ്ടത്തെയാണ്, പക്ഷെ അത് ഇപ്പൊ എടുക്കണ്ട. എവിടെ മഴ വരുമ്പോ ഭയങ്കര കുത്തിയൊലിച്ച് വെള്ളം എന്തോ. ഇപ്പൊ ഒരെണ്ണം അവിടെ ഇരിക്കട്ടെ. നമുക്ക് വേണേ നോക്കാം.
ബാക്കിയുള്ള ഇത്തിരി അവിടെ കുഴിച്ച് ആ മണ്ണിത് കുഴിച്ചിടാ. രണ്ട് ചട്ടി പിടിച്ച് വയ്ക്കാം. ആ ഇപ്പൊ വരമ്മ. അപ്പേ ആ ചെടീനെ കുഴിച്ചിട്ടെ നടട്ടെ. എന്റെ അപ്പേ എന്നിട്ട് അപ്പേ വന്നു ഗ്രേസ്. വര എന്നിട്ടാണ് കമ്പോസ്റ്റ് വെള്ളം. നമ്മുടെ കമ്പോസ്റ്റിന് ഈ സമയം വേണം. ഭാവിയിൽ ഒരു ജിമ്മനാവാൻ ചാൻസ് ഉണ്ട്. ജിമ്മനല്ല വല്ല മരം കേറിയോ? അങ്ങനെ പറയട്ടെ, നമ്മള് വെച്ചല്ലേ. ആ മരം കയറിക്കോ. എന്തൊരു മരം കയറിയതാണ് പറയുള്ളൂ. സ്റ്റൈലിന് പറയുന്നതാണോ ജിമ്മൻ? മസിൽമാൻ. അത് കാണുന്ന സാധനം കാണുമ്പോ ഇപ്പൊ പോയാന് മറിച്ചിടാൻ നോക്കണേ അവിടെ. അപ്പൊ ഇനി എന്നെ ചെടി കുഴിച്ചിടൽ എന്തിയേ? അപ്പോ നമ്മുടെ ചെടി നടൽ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഇനി മിടുവിനെ ഹെൽപ്പ് ചെയ്യണം. മിടുവിന് സാധനങ്ങൾ മേടിക്കാണ്ട് കടയിൽ പോകാനുണ്ട്. അപ്പോൾ അങ്ങോട്ടൊക്കെ പോകാൻ പോകണം മഴയ്ക്ക് മുമ്പ്. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് ചിലപ്പോൾ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ അൺലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബൈ ബൈ. സ്റ്റീവ് ബൈ ബൈ പറഞ്ഞേ. ഇവിടെ നോക്കി പറ. എവിടെ ബൈ? എന്ത് ബൈ ബൈ എന്താ പറഞ്ഞേ?